ചേട്ടാ ഒന്നും കൂടി ഫോൺ ചെയ്യാൻ തരുമോ? ഞാനെന്താ കോയിൻ ബോക്സാ? അതല്ല, എവിടം വരെ ആയിന്നറിയാനാ. തീർന്നട ഇതിലെ കാശൊക്കെ തീർന്ന്. ഒന്ന് പോടാ ഇവിടുന്ന്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാണ്ട് രാവിലെ ഇറങ്ങിയൊക്കെ കുറ്റിയും പറിച്ചോണ്ട്. ഇത് പ്രീപെയ്ഡാ. ഇത് എന്റെ ആവശ്യത്തിന് വിളിക്കാൻ വേണ്ടി എന്റെ കയ്യിലെ കാശ് മുടക്കി ഞാൻ മേടിച്ച ഫോണാ. അത് നിനക്ക് തരാനൊന്നുമല്ല, മനസ്സിലായി? എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നും? ഈ ഫോൺ മേടിച്ചിട്ട് കുറെ നേരമായി ഏതോ ഒരു പൊന്നുവിനോട് എവിടെ എത്തി ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഏതോ ഒരു പൊന്നുവാ? പൊന്നു എന്നുള്ളത് ചെല്ലപ്പേരാ. ഉത്തരാന്നാ ശരിക്കുള്ള പേര്. ഉത്തരാ മഹാദേവൻ. ഉത്തരോ ചോദ്യം എന്തെങ്കിലും ആയിക്കോട്ടെ. അതിന് നീ എന്തിനാ എന്റെ കാശ് വിലക്കണേ? ചേട്ടാ ഇങ്ങോട്ട് വരാനുള്ള തിരക്കിനിടയ്ക്ക് ഫോൺ എടുക്കാൻ മറന്നു പോയതുകൊണ്ടാ. പൊന്നു ആരാന്ന് മനസ്സിലായ? ആ മഹാദേവൻ മുതലാളിയുടെ ഒരേ ഒരു മോളാ. പൊന്നു ചിലർ ഇത് കേട്ടിട്ടുണ്ടാ? മഹാദേവൻ മുതലാളിയുടെ ഡ്രൈവറാ? അയ്യേ, ഡ്രൈവറൊന്നുമല്ല. അയ്യെന്നാ ഡ്രൈവർ ഇവിടെ അത്ര വലിയ മോശം. ചേട്ടാ അതുകൊണ്ടല്ല, ഞാൻ ഫാമിലി ഫ്രണ്ടാ. പൊന്നു എന്റെ ചെറുപ്പം മുതലുള്ള കൂട്ടാ. ചെറുപ്പത്തിൽ അവള് കിണറ്റിൽ വീണപ്പോ രക്ഷപ്പെടുത്തിയത് ഞാനാ. അന്ന് മുതൽ മഹാദേവൻ മുതലാളിക്കും പൊന്നൂനും ഞാനെന്ന് വെച്ച ജീവനാ. സത്യം. അത് വണ്ടി ഫോണടിക്കാടോ. ഇനി തന്റെ ഫോൺ വേണ്ട. പൊന്നു പ്രകാശേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ പ്രകാശേട്ടൻ. ഓ മനസ്സിലായി. നിന്റെ ചെറുപ്പം മുതലുള്ള ബോയ് ഫ്രണ്ട്, നിന്റെ വുഡ് ബി അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ വിളിച്ച എവിടേക്കാണെങ്കിലും വരില്ലേ? അയ്യോ, രാവിലെ മുതൽ ഫോൺ ചെയ്തതും പോലെ ഞാൻ നിന്റെ കൂടെ എന്ത് വിചാരിച്ചെന്തോ. ഡോണ്ട് വറി, രണ്ടാളും ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാം, പോരെ? മതി. എടി നിന്റെ കല്യാണം വല്ലതുണ്ടായ എന്നെയും കൂടി അറിയിക്കണേ. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ ഡാഡിയും കൂട്ടി നിന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചിരിക്കും. ഓക്കെ, ബൈ. ബൈ. പൊന്നു അല്ല, പൊന്നിനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് എനിക്കൊരു ഇന്റർവ്യൂവിന് പോകാനുള്ളതാ. അതാ ഈ വേഷത്തില്, അല്ലാതെ. ഓഹോ, അതുകൊണ്ടാണോ ചെവിട്ടില് മൂട്ട പോയതുപോലെ എവിടെ എത്തി എന്ന് വിളിച്ച് ചോദിച്ചോണ്ടിരുന്നത്? ഇത്രയും ധൃത ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? അത് ചെല്ലപ്പൻ ലീവ് ആയതുകൊണ്ട്. ലീവ് കഴിഞ്ഞ് ചെല്ലപ്പം വരട്ടെ, വച്ചിട്ടുണ്ട് ഞാൻ. കാർ എവിടെയാ? കാർ അവിടെ ഉണ്ട്. വാ. അതെ, എങ്ങോട്ടാ ഓടുന്നേ? എനിക്കറിയാൻ വിളിക്കുന്നു. എന്താ വിളിച്ചേ? ഈ ലഗേജ് ഒക്കെ എടുത്തോണ്ട് വാ, പാടി. പൊന്നു, ആ ഡിക്കിയും തുറക്കോ? അല്ലെങ്കിൽ വേണ്ട, ഡിക്കി ഞാൻ തന്നെ തുറന്നോളാം. അതെ, കെട്ടിച്ചാടി ജീവൻ രക്ഷിച്ച ആളെ കൊണ്ട് ചവിട്ടോടെ എടുപ്പിച്ച് ശരിയായില്ല. ഫോൺ ചെയ്തൊക്കെ എന്റെ മൊബൈലിൽ നിന്നാ. മനുഷ്യനായ ഔചിത്യം വേണം. കെട്ടിച്ചാടി രക്ഷിച്ചു എന്നൊക്കെ ആ ഡ്രൈവറോട് വീം പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനഃപൂർവ്വം പറഞ്ഞതല്ല, ഞാൻ ഡ്രൈവറാന്ന് വിചാരിച്ച് അവർ ഓരോന്ന് പറഞ്ഞപ്പോ അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഉടനെ കയറി വിസ്തരിച്ച് വിളമ്പിയല്ലേ? സത്യത്തിൽ നിന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് നേരാണോ? ചുമ്മാ പുളു. പുളുവാ? പിന്നല്ലാതെ. ചങ്കി കുത്തുന്ന വർത്താനം പറയല്ലേ പൊന്നു. പൊന്നു 3 പഠിക്കുമ്പോഴാ സംഭവം. ഞാനന്ന് 5-ലാ. പൊന്നു കൂട്ടുകാരികളുമായിട്ട് കളിച്ചോണ്ടിരുന്നപ്പോ അവരുമായിട്ട് വഴക്കിട്ട് കാല് തെറ്റി പട്ടേരി പടത്തെ പൊട്ടക്കിണറ്റിൽ വീണു. വാച്ചു വാച്ചു എന്ന് വിളിച്ച് കരഞ്ഞത്
ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. നുണയാണെങ്കിൽ വാസുവേട്ടനോട് ചോദിച്ചോളൂ കേട്ടോ. ആരാ വാസുവേട്ടൻ? അത് പൊന്നൂന്റെ അച്ഛന്റെയും എന്റെ അച്ഛന്റെ ഒക്കെ അക്കൗണ്ടന്റാ. ഒരു ദേ, ഇത് കണ്ട നോക്കട്ടെ. കുട്ടിക്കാലത്തെ ഫോട്ടോ സ്കൂളിൽ പഠിക്കുമ്പോ എടുത്തതാ. ചെറുപ്പത്തിൽ നീ ഒരു തക്കടായിരുന്നല്ലേ? ഇതൊക്കെ പേഴ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതിനാ? അത് പിന്നെ പൊന്നൂന് തരാന്ന് വെച്ചാൽ എന്നെ എടുത്തതാ. എപ്പോഴും ഓർക്കണമെന്ന് ഓർക്കും, പക്ഷെ മറന്നു പോകും. എന്നാലേ ഇനി ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. വെച്ചോ ആൽബത്തിൽ ഒട്ടിച്ചു വെക്കാലോ. അപ്പൊ നിന്നെ കെട്ടിച്ചാടി രക്ഷിച്ചു എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ സത്യമല്ലേ? അതെ, സത്യം തന്നെയാ. എന്ന് കരുതി തന്നെ ഡ്രൈവർമാരോടൊക്കെ കയറി എഴുന്നള്ളിക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ പറഞ്ഞു പോയതാണെന്ന്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല. പിന്നെ പൊന്നുനെ കെന്റിന്ന് രക്ഷിച്ചോ പ്രകാശ ആളുകൾ ഇങ്ങോട്ട് കയറി ചോദിക്കാൻ പോവല്ലേ? മണ്ടത്തരം പറയാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. മര്യാദയ്ക്ക് സ്റ്റാർട്ടാണോ നിനക്ക് നല്ലത്? ഇല്ലെങ്കിൽ ശ്രീധരക്കുറുപ്പിന്റെ സ്വഭാവം നിനക്കറിയാലോ. ഏത് യമണ്ടനാണെങ്കിൽ മര്യാദ പഠിപ്പിക്കും ഞാൻ. ഈ പാട്ടവണ്ടി കൊടുത്തിട്ട് പുതിയ തന്നെ വാങ്ങിക്കച്ചാ. പാട്ട വണ്ടിയോ? ഇപ്പോഴും ഇവനൊരു പാച്ചില് പാഞ്ഞാൽ ഒരു എമ്മണ്ടന് ഒപ്പം ഓടി എത്തുകയല്ല, അറിയാമോ? ഈ പടക്കുതിരിക്ക് പ്രായം കുറെ ആയില്ലേ, ഇനി തൂക്കി വെക്കുന്ന നല്ലത്. ഓഹോ, അപ്പൊ നാളെ അച്ഛനെയും തൂക്കി വെക്കണമെന്ന് മോള് പറയൂ. അതിനച്ഛന് പ്രായമായിട്ടില്ലല്ലോ. എന്റെ വലിയേട്ടനാണോന്നാ കൂട്ടുകാരികൾ ഇപ്പഴും ചോദിക്കുന്നേ. നീ അങ്ങനൊന്നും സോപ്പിടണ്ട. ചെന്ന് അവനെ ഇങ്ങോട്ട് വിളിക്ക്. എല്ലാ കംപ്ലൈന്റും മാറ്റി നല്ല യമണ്ടൻ കണ്ടീഷൻ ആക്കണമെങ്കിൽ ഇതിന്റെ ഏതാണ്ടൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ രൂപ 1200 മാച്ചോണ്ട് പോയത്. വിളിക്കവനെ. ഏട്ടൻ എണീറ്റിട്ടില്ല. അത് ശരി, ഊരയില് വേലടിച്ചിട്ട് എഴുന്നേക്കാറായിട്ടില്ല അവന്. എവനെ ഇന്ന് ഞാൻ കഴുതേ എഴുന്നേക്കടാ. എന്തൊരുറക്കമാടാ ഇത്? എടാ പോത്തെ, ഇവന്റെ അമ്മ എവിടെ? ഒരു സാധനം കുറച്ചുകൂടെ പുന്നാരിക്കട്ടെ. വെച്ചതിന്റെ ഗുണം. അതെ, അവനെ വിളിക്കണ്ട, കിടന്നോട്ടെ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. നീ ഒറ്റൊരുത്തി അവനെ വളം വെച്ച് കൊടുക്കുന്നു. മറ നിങ്ങൾ കടയിൽ പോവാൻ നോക്ക്. അവൻ വെളുപ്പാങ്കാലത്താ വന്ന് കിടന്നത്. അയ്യോ പാവം. എന്താ വല്ല മോഷണം തുടങ്ങിയോ? ആ പൊന്നു കോളേജിൽ നിന്ന് ടൂർ കഴിഞ്ഞ് വെളുപ്പിനെ എത്തുമെന്ന് പൊന്നുന്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് കൂട്ടിക്കൊണ്ട് എന്ന് ആക്കാൻ പോയേക്കുമായിരുന്നു. അതിനൊക്കെ അവന് സമയമുണ്ട്. എന്നാൽ കടയിൽ വന്നൊരു കൈസായത്തിന് നിൽക്കാൻ പറഞ്ഞാൽ ഒന്ന് തല കാണിച്ചിട്ട് അപ്പ അങ്ങ് മൂങ്ങും. വെറുതെ അല്ല, വല്ലവന്റെ അച്ഛനെ കല്ലുടയ്ക്കും, അവനവന്റെ അച്ഛനെ തവിരിടിക്കില്ലെന്ന് കാരണവന്മാര് പറയുന്നത്. അവനവന്റെ അമ്മയ്ക്കെന്നല്ലേ ചൊല്ല്? അല്ല, ഞാനങ്ങനെയാ കേട്ടിരിക്കണേ. ഓ, അമ്മയ്ക്കായാലും അച്ഛനായാലും കുടുംബത്തിന് പറയാനൊന്നുമില്ലല്ലോ. ദേ, ആ എടി, അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ നീ? തലയെവിടെ, കാലെവിടെ? ഒറ്റ തൊഴി വെച്ചു കൊടുക്കാൻ വേണ്ടത്. എടി, ഇവനൊന്നും ഈ ജന്മം നന്നാവില്ല. കാലത്ത് ഇങ്ങനെ പ്രാകാതെ, അവൻ നന്നാവും. തിരുപ്പതി ഭഗവാന് 1001 ലഡു നേർന്നിട്ടുണ്ട് ഞാൻ. ആർക്ക്? തിരുപ്പതി ഭഗവാന് 1001 ലഡു. 1001 ലഡു? എടി, പരിസരത്തുള്ള ലോക്കൽ ഭഗവാന്മാരും പോലെ നിനക്ക്. എന്റെ കാശ് ആ വർക്ക്ഷോപ്പ് വരും. എന്താടി അവന്റെ പേര്? പാതാളം ഷാജി. പാതാളം ഷാജി. അവനെ കൊണ്ട് നന്നാക്കിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ് 1200 രൂപ നിന്റെ പുന്നാരപ്പൻ എന്റെ വാങ്ങിച്ചിട്ട് പോയത്. അതിനവൻ നന്നാക്കിന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവച്ചിട്ട് എവിടെ നന്നാക്കി? എന്തിനാണോ എപ്പോഴും കൊക്കിയും കുറച്ചും കൊണ്ടിരിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. സാറ് പള്ളിയോർക്കം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ പറഞ്ഞേക്ക് മര്യാദയ്ക്ക് നന്നാക്കി കടയിലേക്ക് കൊണ്ടുവരാൻ. അല്ലാതെ പടി ചവിട്ടിയാൽ അവനെയും അവന്റെ മറ്റേ പാതാളത്തിനെ ചവിട്ടി താത്തും ഞാൻ ഒറിജിനൽ പാതാളത്തിലേക്ക്.